ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കോട്ടൺ വൈറ്റ് കളറിൽ നമ്മളുടെ പഴയ മോഡലുള്ള നിസ്കാരക്കുപ്പായം, അതായത് മക്കന വേറെ കുപ്പായം വേറെ ആയിട്ടുള്ള പഴയ മോഡലുള്ള നിസ്കാരക്കുപ്പായത്തിൻ്റെ കഴുത്ത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. 2-3 വിധത്തിൽ നമുക്ക് കഴുത്ത് അതിൻ്റെ ഫേസിങ് ചെയ്യുന്നത് അറിയാം. അപ്പോൾ അതിൽ ഒരു രീതിയാണെന്ന് ഞാനതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇതൊന്നുമില്ല, കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നതും അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 4ആയി നിസ്കാരക്കുപ്പായത്തിനുള്ള തുണി മടക്കി വെച്ച് അതേപോലെ തന്നെ 4ആയി 5 ഇഞ്ച് നീളവും അതുപോലെ 5 ഇഞ്ച് വീതിയും മടക്കി വെച്ചതിന് ശേഷം ഒരു പീസ് ഇതുപോലെ 4ആയി മടക്കി വെക്കുക. എന്നിട്ട് അതിൽ കഴുത്തിൻ്റെ ആ ഒരു ഇറക്കവും വീതിയും എത്രയാണോ വേണ്ടതെങ്കിൽ അതും കൂടി അടയാളപ്പെടുത്തുക. ഞാൻ 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കമാണ് കഴുത്തിന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളത് വരഞ്ഞെടുക്കുക. ഇപ്പോൾ മുകളിൽ നമ്മൾ ഫേസിങ് ചെയ്യാനുള്ള ഒരു പീസും താഴെ നിസ്കാരക്കുപ്പായത്തിനുള്ള തുണിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരുമിച്ച് കട്ട് ചെയ്യുക. ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്രിക നല്ല ഷാർപ്പുള്ളതായിരിക്കണം കേട്ടോ. കാരണം കോട്ടൺ തുണിയാണ്. ഇപ്പോൾ പെട്ടെന്ന് കട്ടിങ് നടക്കണമെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക വേണം. അത്യാവശ്യം കട്ടി വരും. ഇത് കോട്ടൺ കൂടിയല്ലേ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇതിനെ അപ്പോൾ അതിന് നിസ്കാരക്കുപ്പായത്തിൻ്റെ ഷോൾഡർ ഭാഗമൊന്നും നമ്മൾ കട്ട് ചെയ്യണം ഒന്നുമില്ല. അപ്പോൾ കഴുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് നിവർത്തി വെക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചാണ്. അതിനതുപോലെ നിവർത്തി വെക്കണം. അപ്പോൾ അത് റൗണ്ടിൽ വരും. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ നമ്മൾ ആ ഒരു പീസിൽ കട്ട് ചെയ്തതും രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് വലുപ്പ ചെറുപ്പൊന്നും വരാൻ സാധ്യത വരില്ല. ഒരൊറ്റ കട്ടിങ്ങിലല്ലേ. അപ്പോൾ നമുക്കത് ഫേസിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മളത് കഴുത്തിൻ്റെ ആ ഒരു അഗ്രഭാഗത്ത് വെച്ചത് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്ത് മറിച്ചിടുകയാണ് വേണ്ടത്. നല്ല വൃത്തിയോടുകൂടി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പീസ് കഴുത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ 4 അരികും ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം. ഒരു മടക്കിലോ 1-2 അല്ലെങ്കിൽ 2 മടക്കിലോ ഒരു മടക്കിൽ സ്റ്റിച്ച് ചെയ്താലും മതി. നമ്മൾ പിന്നെ അത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതല്ലേ, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഒരൊറ്റ മടക്കിൽ ഇതുപോലെ ഒന്ന് അരികൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ 4 ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മളത് ആ ഒരു ബോഡി പാർട്ടും അതുപോലെ ഈ കഴുത്തിൽ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇതേപോലെ ഫേസിങ് ചെയ്യാനുള്ള പീസും വെച്ച് പിൻ ചെയ്യുക. പിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴേ അത് സ്ഥാനം മാറിപ്പോകും. അപ്പോൾ പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ അതിന് റൗണ്ടിലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു വളവ് വരുന്ന ഭാഗത്ത് ഓരോ കട്ട് കൊടുക്കുക. നമ്മൾ നെക്ക് മറിച്ചിടുമ്പോൾ പെട്ടെന്ന് നല്ല വൃത്തിക്ക് മറിച്ച് കിട്ടാൻ വേണ്ടി ആ ഒരു കോർണർ വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, നന്നായി വളഞ്ഞ് വരുന്ന ഭാഗം അവിടെ അതുപോലെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ടിങ് കൊടുക്കുക. ഇതേപോലെ ഇനി നമ്മളത് മറിച്ചെടുത്തിട്ട് ഒരു മേലടി കൊടുക്കുക. ഇങ്ങനെ മറിച്ചെടുക്കുക, ശേഷം ഒരു മേലടി കൊടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ നഖം കൊണ്ട് നന്നായി ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അത് നന്നായി പതിഞ്ഞ് നിൽക്കും. ശേഷം നമ്മൾ ആ സ്റ്റിച്ചിങ് കൊടുക്കണം. ഇനി നമ്മളതിൻ്റെ മറ്റേ ആ താഴ്ഭാഗം കൂടി ഒന്നതുപോലെ ബോഡി പാർട്ടുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് സ്ലീവും കൂടി
അതിൽ അറ്റാച്ച് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അതിനുള്ള സ്ലീവിൻ്റെ അളവ് ഞാൻ വീതി 10 ഇഞ്ചും അതുപോലെ നീളം 16 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്കത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലെയുള്ള കോട്ടൺ നിസ്കാരക്കുപ്പായങ്ങളും അതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ നിസ്കാരക്കുപ്പായങ്ങളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജിൽബാബുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.